ദ ഹിന്ദു അഭിമുഖ വിവാദത്തിൽ മുഖ്യമന്ത്രിയെ പരിഹസിച്ച് മുസ്ലിം ലീഗ് നേതാവ് കെ.എം. ഷാജി. പോങ്ങൻ മനുഷ്യനായ മുഖ്യമന്ത്രിയെ രാഷ്ട്രീയത്തിൽ ആർക്കാണ് വിലയുള്ളത്? കേരളത്തിന് പുറത്ത് 10 പൈസയുടെ വിലയില്ലാത്ത മുഖ്യമന്ത്രിയുടെ അഭിമുഖം എന്തിനാണ് ഒരു ദേശീയ പത്രത്തിനെന്നും കെ.എം. ഷാജി ചോദിച്ചു. RSS അജണ്ട നടപ്പിലാക്കാൻ CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി ശ്രമിക്കുന്നുവെന്നും കെ.എം. ഷാജി ആരോപിച്ചു. PV അൻവർ പറഞ്ഞ അതേ ശബ്ദം. ഒരു ഇന്ത്യയിലെ പ്രമുഖ പത്രത്തിനെ വിളിക്കാൻ കേരള മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ഉണ്ട്. ഏത് കേരള മുഖ്യമന്ത്രി ചങ്ങായി? കേരളത്തിന്റെ പുറത്ത് 10 റുപ്യന്റെ വില ഇല്ലാത്ത ഒരു പാർട്ടിക്ക് ദേശീയ പത്രത്തിൽ എന്തിനാണോ ഒരു ഇന്റർവ്യൂ? മുസ്ലിം ലീഗും CPM ഒക്കെ ചെറിയ പ്രാദേശിക പാർട്ടികളാണ്. അതിന്റെ ഒരു ഉദയാർക്കങ്ങൾ മനസ്സിലാക്കണ്ടേ? നിങ്ങളെ മുഖ്യമന്ത്രിയാണ്. ഇന്ത്യക്ക് എന്ത് പ്രധാനം? ഇന്ത്യ മഹാരാജ്യത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നേരെ ടൂർ പോയ ഈ പോങ്ങ മനുഷ്യന് ഇന്ത്യ മഹാരാജ്യത്തിലെ രാഷ്ട്രീയത്തിൽ ആർക്കാണോ വില ഉള്ളത്? നിങ്ങൾ അറിഞ്ഞോ? ഈ അമിത്ഷാ എന്ന് പറയുന്ന മനുഷ്യൻ IPCക്ക് പകരം ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്ന ഭാരതീയ ന്യായ് സംഹിത BNS എന്ന് പറയുന്ന ക്രിമിനൽ കോഡ് അനുസരിച്ച് ഇന്ത്യ മഹാരാജ്യത്തെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് യോഗി ഭരിക്കുന്ന ഉത്തർപ്രദേശിലല്ല, പിണറായി ഭരിക്കുന്ന കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ്. ഓക്കെ, അഷ്കർ അലി ചേരുന്നു. അഷ്കർ അലി, മുഖ്യമന്ത്രിക്കെതിരെ കെ.എം. ഷാജി വളരെ പരിഹാസമായ ഭാഷയിലാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. PV അൻവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒരു പരിധിവരെ കെ.എം. ഷാജിയും പറയുന്നത്. ഈ മലപ്പുറം ജില്ലാ സെക്രട്ടറിക്ക് കാക്കി ട്രൗസർ എന്നാണ് PV അൻവർ പറഞ്ഞത്. ഏകദേശം അതേ കാര്യം തന്നെയാണോ കെ.എം. ഷാജിയും പറയുന്നത്? അരുൺ, PV അൻവറിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കെതിരെയുള്ള ഈ RSS ആരോപണത്തിൽ പിന്തുണയ്ക്കുന്ന ഏക നേതാവായി ഒരുപക്ഷെ ഇതുവരെ പുറത്തെടുത്തിയ ശബ്ദം അത് കെ.എം. ഷാജിയുടേതാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നേരത്തെയൊക്കെ മുസ്ലിം ലീഗ് നേതാക്കളോടൊക്കെ അത്തരം ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്ന പ്രതികരണമാണ് നേതാക്കൾ നടത്തിയത്. ഷാഫി ചാലിയമടക്കമുള്ള ചില നേതാക്കൾ അതിനെ നിഷേധിച്ചുകൊണ്ട് റിപ്പോർട്ടിലടക്കം പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഇപ്പോൾ കെ.എം. ഷാജി അതിരൂക്ഷ വിമർശനവുമായി, അഥവാ RSSന്റെ വർഗീയ അജണ്ടകൾ നടപ്പിലാക്കുന്ന സുജിത് ദാസിനൊപ്പം അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ ക്രിമിനൽ കേസുകൾ എടുത്ത് മലപ്പുറം ജില്ലയെ ഒരു ക്രിമിനൽ ജില്ലയാക്കാനുള്ള ശ്രമത്തിനൊപ്പം അന്നത്തെ മലപ്പുറം എസ്.പി. സുജിദാസിനൊപ്പം പ്രവർത്തിച്ചിരുന്നത് മലപ്പുറം CPM ജില്ലാ സെക്രട്ടറിയായ EN മോഹൻദാസ് ആണ് എന്നാണ് ഇപ്പോൾ കെ.എം. ഷാജിയും ആരോപിക്കുന്നത്. അത് ആ ആരോപണത്തിന് ലീഗിന് എത്രത്തോളം പിന്തുണ കിട്ടും എന്നുള്ള കാര്യവും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. മറ്റൊന്ന്, ഹിന്ദുവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖ വിവാദത്തിൽ മുഖ്യമന്ത്രി അങ്ങേയറ്റം പരിഹസിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗമാണ് മലപ്പുറം അരീക്കോട് വെച്ച് നടന്നത്.